Watch India's largest kids library only on Jio Hotstar. Download the app now. മോട്ടുപത്ലു പെട്ടെന്ന് ഈ ഹൈവേ റോഡിൽ വന്ന് ഞങ്ങളെ ഒന്ന് രക്ഷിക്ക്. എന്റെ മുതലാളി കുറെ ആൾക്കാർ കൊള്ളയടിക്കാൻ ശ്രമിക്കുകയാണ്. പെട്ടെന്ന് ഒന്ന് രക്ഷിക്ക്. കള്ളന്മാരെ, തൊണ്ടി മുതൽ ഉപേക്ഷിച്ചിട്ട് പൊയ്ക്കോ ഇവിടുന്ന്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് നടന്നു പോകാൻ പോലും പറ്റില്ല. അതെയോ, ഞാനിത് ഇപ്പൊ ശരിയാക്കി തരാം. ഏയ്, ജീവൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിൽ തരൂ. പെട്ടെന്നാവട്ടെ. അയ്യോ, പ്രേതം! കാറിനുള്ളിൽ പ്രേതം! അയ്യോ, ഓടിക്കോ! ജീവൻ വേണമെന്നുണ്ടെങ്കിൽ ഭൂതം, ഭൂതം. മോട്ടു, നമുക്ക് കാറിന്റെ അടുത്ത് പോയി നോക്കിട്ട് വരാം. വരൂ സാറേ. സാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷേ ഈ കള്ളൻ എന്തുകൊണ്ടാ സാറേ ഇങ്ങനെ ഒച്ചയിട്ട് കൊണ്ട് ഓടിയത്? എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ വളരെ സുഖമായിട്ടാണ് ഇരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ ഞാൻ ടിവി ഇന്റർവ്യൂവിൽ പറയാം. അപ്പൊ കേട്ടോളൂ. ടിവിയിലോ? അത് കൊള്ളാലോ. ഞങ്ങൾ തീർച്ചയായിട്ടും കാണും കേട്ടോ. ബൈ സാറേ. ബോസ് സൂപ്പർ ആയിരുന്നു. ബോസ് ശരിക്കും കലക്കി കളഞ്ഞു. ഇപ്രാവശ്യം മോട്ടുപത്രോട് നമ്മുടെ മേലെ ഡൗട്ടേ വരില്ല. ഇതിനുശേഷം ജോൺ ആകാൻ പോകുന്നു ഡോൺ. ജോൺ ആകാൻ പോകുന്നു ഡോൺ. ധനരാം സാർ, അവിടെ എന്താ സംഭവിച്ചെന്നറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എങ്ങനെയാണ് താങ്കൾ ആ കള്ളന്മാരിൽ നിന്ന് രക്ഷപ്പെട്ടത്? കള്ളന്മാർ താങ്കളെ ഒരു പ്രേതമാണെന്നാണ് കരുതിയിരിക്കുന്നത്. അത് സത്യമാണ്? ഞാനൊന്നും ഭൂതമല്ല. ഇതൊക്കെ ഈ ബ്രേസ്ലെറ്റിന്റെ മഹിമയാണ്. ഇതിനെ എനിക്ക് 5 കോടി രൂപയ്ക്ക് ഒരു ഏലിയൻ വിറ്റിട്ട് പോയതാണ്. ഇതാ ഈ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാൻ എപ്പോ വേണമെങ്കിലും അപ്രത്യക്ഷനാകൂ. അതെ, ഇതാ കണ്ടോ? എങ്ങനെയുണ്ട് റിപ്പോർട്ടർ സാർ? ഇതെനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ വന്ന് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിച്ചെന്നാണോ സാർ പറയുന്നത്? എന്നെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ വിശ്വസിച്ചില്ലേ? കണ്ണുകൊണ്ട് കണ്ടതല്ലേ നിങ്ങൾ? പക്ഷേ സാർ, താങ്കളെ പോലെ പണക്കാരായിരിക്കുന്ന പല ആൾക്കാരും ഇതുപോലെ ആഗ്രഹിച്ചു കൂടാഴുകയില്ലല്ലോ. എന്താന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ബ്രേസ്ലെറ്റ് അവർക്കും വേണമെന്ന് പറയൂ സാർ. ഇത് അവർ ആഗ്രഹിച്ചാൽ അവർക്ക് എവിടുന്ന് കിട്ടും? ആ ഏലിയൻസിന്റെ അഡ്രസ് താങ്കൾക്ക് തരാൻ കഴിയുമോ? സോറി സാർ, എനിക്ക് അഡ്രസ് അറിയില്ല. പക്ഷെ അവര് എന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു. ഒരു പക്ഷെ ആർക്കെങ്കിലും ഈ ബ്രേസ്ലെറ്റ് വേണമെങ്കിൽ അവരുടെ പേരൊക്കെ ഒരു പേപ്പറിൽ എഴുതി ഫുർഫുറി നഗറിന്റെ നേതാവിന്റെ ശരണം എടുത്തിട്ടാൽ അവര് തന്നെ കോണ്ടാക്ട് ചെയ്യുമെന്നാ പറഞ്ഞത്. ഇതാണ് ബുദ്ധിമാന്റെ പ്ലാൻ എന്ന് എല്ലാവരും പറയുന്നത്. നമ്പർ 1, നീ പോയി എല്ലാം വേഗം എടുത്തിട്ട് വാടാ. വേഗം പോയി എടുത്തിട്ട് വാ. പോ. എന്റെ ക്രിമിനൽ ബുദ്ധിയിൽ വന്ന ഐഡിയ എങ്ങനെയുണ്ടടാ? ലോകത്തിൽ ഒരു വിഡ്ഢിയെ തെരഞ്ഞാൽ കുറെ വിഡ്ഢികളെ കാണാമെന്ന് വെറുതെ അല്ല പറഞ്ഞിരിക്കുന്നത്. ശരി, വരൂ. ഇപ്പോൾ നമുക്ക് ഏലിയനായിട്ട് മാറാം. എന്നിട്ട് എല്ലാം നമ്മൾ കൊള്ളയടിക്കാം. ഏലിയന്റെ സൂട്ട് എവിടെയാണുള്ളത്? വേഗം എടുക്ക്. ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ ബോസ്. നമ്പർ 1, വിളിക്കേ. എല്ലാവരെയും വിളിക്കേ. ഫോൺ ചെയ്ത് വിളിക്കേ. ഹലോ, സേട്ട് അമീർ ചന്ദ്. നല്ല രുചിയുള്ളൊരു ആഹാരം. ചൂട് ദോശയും ഇഡ്ഡലിയും പിന്നെ സാമ്പാറും. വരണം. ഗുഡ് മോർണിംഗ്. സിംഗിൾ സർ, പറയൂ. എന്റെ ഭർത്താവ് അമീർ ജാനെ കാണാനില്ല. എന്റെ ഭർത്താവിനെ ഇന്നലെ രാത്രി മുതൽ കാണാതായി സർ. എന്റെ ഭർത്താവിനെയും ഇന്നലെ രാത്രി മുതൽ കാണാനില്ല. അദ്ദേഹവും ഏലിയൻ ബ്രേസ്ലെറ്റ് വാങ്ങാനായി പോയതാ. എന്റെ അമ്മോ, വൈഫ് ഹിയർ when ചിങ്കം is here. ഞാനൊരു മജീഷ്യൻ അല്ല. എനിക്ക് അല്പം സമയം തരൂ. എന്താ പറ്റുന്ന ഞാനൊന്ന് പോയി അന്വേഷിക്കട്ടെ. ലേഡീസ്, ഈ ഇൻസ്പെക്ടർ നമ്മുടെ ഭർത്താക്കന്മാരെ കണ്ടെത്താൻ തയ്യാറല്ല ഇന്ന്. അവരെയൊന്നും കണ്ടുപിടിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കാമെന്ന് സാമ്പിൾ കാണിച്ച് ഞാൻ അന്വേഷിക്കാം. എന്റെ അമ്മോ, വേണ്ട, എന്നൊന്നും ചെയ്യല്ലേ.
ചിങ്കം സാറേ എന്താ പറ്റിയത്? ഓട്ടുപത്തലോ ഇപ്പൊ സമയമില്ല, ഞാൻ പിന്നെ പറയാം. ചിങ്കം സാറേ വേഗത്തിൽ ഓടിക്കോ, വേഗത്തിൽ ഓടിക്കോ. ഒരു വീട്ടു സാധനങ്ങൾ മുഴുവനല്ലേ നമ്മുടെ ദേഹത്ത് വന്ന് വീഴുന്നത്. അതുകൊണ്ട് വേഗം നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. പിന്നീട് സംസാരിക്കാം. പിന്നെ സംസാരിക്കാം, വേഗം ഓടിക്കോ. എന്നെ തൊടാൻ കഴിയില്ല. വേഗം വരൂ. ആ സ്പേസ് ഷിപ്പ് ഇവിടെ എവിടെയോ വെച്ചായിരിക്കും റിപ്പയർ ആയിട്ടുണ്ടാവുക. അത് കണ്ടുപിടിച്ചാലുണ്ടല്ലോ ആ ഏലിയനെ നമുക്ക് കണ്ടുപിടിക്കാം. എനിക്ക് ഇതൊരു ഏലിയൻ ആയിട്ടൊന്നും തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇതൊരു ഫ്രോഗ് ആണെന്നാ. ഡോക്ടർ ചട്ക നോക്കൂ, അതോ സ്പേസ് ഷിപ്പ്. ഒരുപാട് അടുത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇങ്ങനെ കാർ പാർക്ക് ചെയ്യാം. പൊളിക്കടുത്തല്ല, ഇത് ശരിക്കും ഏലിയൻ തന്നെയാണ് കേട്ടാ. ഈ ശബ്ദം എവിടുന്നാണ് വന്നത്? അങ്ങനെയാണോ? മരത്തിന്റെ പുറകിൽ ആരൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ടോ അവരൊക്കെ എന്റെ മുന്നിൽ വരൂ. ഞാൻ നിങ്ങൾ എല്ലാവരെയും കണ്ടു. എന്റെ അമ്മോ, ഇത് ശരിക്കും ഏലിയൻ തന്നെയാണ്. ഇതിനെങ്ങനെ മനസ്സിലായി നമ്മൾ ഈ മരത്തിന്റെ പുറകെ ഉണ്ടെന്ന്? വേഗം ഓടിക്കോ. ഏലിയൻസിന്റെ കൂടെ ഗുണ്ടകളോ? എല്ലാം എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരും ആ മിററിലേക്കൊന്ന് നോക്കിയേ. ഇനിയിപ്പോ എന്താ ചെയ്യാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? അതുകൊണ്ട് പത്തിലോ എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ ഞാൻ പറയുന്നേക്കാം. എന്താ മോട്ടു പത്തലോ, നിങ്ങൾക്ക് അറിയാവോ മക്കളെ, ഫുർഫുറി നഗറിലെ ഏറ്റവും ധനികരായ 5 പേര് അമേരിക്കയിൽ സെറ്റിൽ ആയവരാ. ബ്രേസ്ലെറ്റിന്റെ കഥ കേട്ട് വന്നിരിക്കുക. അതില് ഒരാള് എനിക്ക് അഡ്രസ് തന്നിട്ട് പോയിരിക്കുക. ആ അഡ്രസ് ഞാൻ ആ കവലയിലെടുത്ത് വെച്ചിട്ടുണ്ട്. എന്താ സംഭവിക്കണമെന്ന് നോക്കാം. അതെ, എന്റെ ചായക്കട ചേട്ടാ, ഏലിയനെ കുറിച്ച് മാത്രം എന്നോട് പറയല്ലേ. ജീവൻ പണയം വെച്ചാ ഞങ്ങൾ എല്ലാവരും ഇങ്ങോട്ടേക്ക് ഓടി വന്നത്. ആർക്ക് വേണേലും ബ്രേസ്ലെറ്റ് വാങ്ങിച്ചോളൂ. പക്ഷെ എന്റെ അടുത്ത് 5 കാശില്ല കേട്ടോ. ഞാൻ പറഞ്ഞത് സത്യവാ. അതാ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ അവരെ എടുത്തോണ്ട് പോയത് കണ്ടോ. അമേരിക്കയിൽ സെറ്റിൽ ആയിട്ടുള്ള 5 പണക്കാർക്കും ഏലിയൻ ബ്രേസ്ലെറ്റ് വേണമെത്രടാ. ബോസ് ബോസ്, ചായക്കടക്കാരൻ ചേട്ടൻ കടയ്ക്കുള്ളിൽ തന്നെയാണ് അഡ്രസ് വെച്ചിരുന്നത്. ഞാനത് അവിടുന്ന് എടുത്ത് അയാൾക്ക് ഫോണും ചെയ്തു. അയാൾ അധികം താമസിയാതെ തന്നെ ഇവിടേക്ക് എത്തുമെന്ന് പറഞ്ഞു. സയന്റിസ്റ്റ് വൈറസ് അടിപൊളിയായിട്ടുള്ള ഗാജറ്റ് ആണ് തന്നിരിക്കുന്നത്. ഇതുകൊണ്ട് എപ്പോ വേണമെങ്കിലും നമുക്ക് അപ്രത്യക്ഷനാകാം, എപ്പോ വേണമെങ്കിലും നമുക്ക് തിരിച്ചു വരാം. എല്ലാരും ഇതിനെ ഏലിയന്റെ ബ്രേസ്ലെറ്റ് ആണെന്ന് കരുതി മണ്ടന്മാരായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഏലിയൻ സർ, ഞങ്ങൾക്ക് ആ ബ്രേസ്ലെറ്റ് തരൂ പ്ലീസ്. ഓക്കെ, ആ സ്പേസ് ഷിപ്പിൽ പോയി നിങ്ങളുടെ ബ്രേസ്ലെറ്റിനുള്ള അളവ് കൊടുത്തിട്ട് വരൂ. നിങ്ങൾ എല്ലാവരും ആരാണ്? ഇവരെല്ലാം ഞങ്ങളുടെ പൈസ അടിച്ചു മാറ്റിയിട്ട് ഞങ്ങളെ ബന്ധിതരാക്കി വെച്ചിരിക്കുകയാണ്. അവരെന്താ പറയണെന്ന് വെച്ചാ, ഫുർഫുറി നഗറിലെ എല്ലാ ധനികരും ഇവിടെ വരുന്നണം വരെ ഞങ്ങൾക്ക് ബ്രേസ്ലെറ്റ് തരാനും പോണില്ല, ഞങ്ങളെ വെറുതെ വിടാനും പോണില്ല. നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഞങ്ങൾ നിങ്ങളെ വിടുവിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷെ അങ്ങോട്ട് എങ്ങനെയാണ് പോകാൻ കഴിയുന്നത്? ദേ ആ കാണുന്ന ഗേറ്റ് നിങ്ങൾ കണ്ടില്ലേ? ആ ഗേറ്റ് അവർ വിചാരിച്ചാൽ മാത്രമേ തുറക്കാൻ കഴിയുകയുള്ളൂ. അതിനെ കുറിച്ചൊന്നും നിങ്ങൾ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. നോക്കൂ, നമ്മൾ ആഗ്രഹിച്ചാൽ മതി, എല്ലാം സംഭവിക്കും. ഇതാ മോട്ടോ, സമോസകൾ കഴിക്ക്, എന്നിട്ട് ആ കഥ കുത്തി പൊട്ടിക്ക്. ഈ പഞ്ച് എവിടെയോ പരിചയപ്പെട്ട പഞ്ച് പോലെയുണ്ടല്ലോ. അതെന്താ അങ്ങനെ? ചിലപ്പോ ഇത് അവനായിരിക്കോ? മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ഈ പഞ്ച് വേറെ ആരുടേതുമല്ല, മോട്ടുവിൻ്റെത് തന്നെയാണ്.
നീ മോട്ടു അല്ലേ? ഞാൻ കണ്ടുപിടിച്ചു. ദയവ് ഇത് എന്നെ വിട്ടേക്ക് മോട്ടു, എനിക്ക് മാപ്പ് തരണോ? ജോൺ, യു ആർ അണ്ടർ അറസ്റ്റ്. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിള്, അറിയാമല്ലോ, എംപോസിബിൾ. ഇവനാണ് നിങ്ങൾക്ക് ബ്രേസ്ലെറ്റ് വിൽക്കുവാൻ വന്ന ഏലിയൻ, ജോൺ ദ ഡോൺ. എങ്കിൽ നമുക്ക് ഇയാളെ പിടിച്ച് തല്ലാം. തല്ലാം ഇയാളെ. ചിങ്കം സാർ, എന്നെ രക്ഷിക്കണേ. ഞങ്ങൾ കുറെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നു. ഇവിടെ ആരോ വ്യാജ ബ്രേസ്ലെറ്റും വെച്ചുകൊണ്ട് ഞങ്ങളുടെ പേര് നശിപ്പിക്കാൻ വേണ്ടി ഗൂഢനീക്കങ്ങൾ നടത്തുന്നുണ്ട്. അത് ആരാണ്? നീ ഞങ്ങളുടെ കൂടെ വരൂ, ഞങ്ങൾക്ക് നിന്നെ കുറിച്ച് റിസർച്ച് ചെയ്യാനുണ്ട്. വേണ്ട വേണ്ട, എന്നെ വിട്ടേക്ക്. ചിങ്കം സാർ, എന്നെ രക്ഷിക്കണേ. എന്നെ ജയിലിടൂ ചിങ്കം സാർ, പ്ലീസ്. എന്നെ കൂട്ടിക്കൊണ്ട് പോലെ, എന്നെ രക്ഷിക്കൂ ചിങ്കം സാർ. Watch India's largest kids library only on Geo Hotstar. Download the app now.